കേട്ടോ മമ്മി, ഈ മണിയും പിള്ള ഉണ്ടല്ലോ, ആള് മോശക്കാരനൊന്നും അല്ല. ഞാൻ കരുതി ആളൊരു പാവാണെന്ന്. പെൺപിള്ളേരെ കണ്ടാലേ എന്തൊരു തുറിച്ചു നോട്ടമാണെന്നോ. ചുമ്മാ കള്ളം പറയുക, ഞാൻ ആരെയും നോക്കിയില്ല. എടാ പതുക്കെ സംസാരിക്കും, ഒച്ചൊന്നും പൊക്കണ്ട കേട്ടോ. വെറുതെ ഇരിക്കും ബിന്ദു. അല്ല മമ്മി, അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഉള്ള ലക്ഷണമോ, മുഖം കണ്ടാലറിയാം. എടാ, നീ ഇന്ന് കോളേജിൽ വെച്ച് ഒരു പെണ്ണിനോട് സംസാരിച്ചില്ലേ? എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ക്ലാസ് മുറി ഏതാന്ന് ചോദിച്ചതാ. എന്നിട്ട് പറഞ്ഞു തന്നപ്പോ ഞാൻ താങ്ക് യു പറഞ്ഞു. താങ്ക് യുവോ? കണ്ടോ മമ്മി, ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ? അഹങ്കാരമൊന്നുമല്ല, എന്നോട് കമലം പറഞ്ഞിട്ടുണ്ട്, ആരേലും എന്തേലും ഉപകാരം ചെയ്താ താങ്ക് യു പറയണമെന്ന്. കമലമോ? ആരാ അത്? ഗേൾഫ്രണ്ടാ? മമ്മി, കമലം ഗേൾഫ്രണ്ട്. വീട്ടിലേക്കുള്ള പാലുതാ. ആ പാത്രം എന്നതാ? പാലെ വെള്ളം ചേർക്കരുത്. വെള്ളത്തിൽ പാല് ചേർത്താലോ? അതിൽ കുഴപ്പമില്ല, പക്ഷെ പാലെ വെള്ളം ചേർക്കരുത്. അപ്പത്തരങ്ങളെല്ലാം കുമ്പാരമായി. ഈ ഏതാ? പാല് വാങ്ങിക്കാൻ വന്നതാ. പ്രൊഫസറുടെ വീട്ടിൽ നിന്നാ? നമ്മളോട് പറഞ്ഞായിരുന്നു. മോളെ രശീന, താങ്ക് യു. എന്നുവെച്ചാ അത് ഇംഗ്ലീഷാ. ഏതായാലും മടക്ക യാത്രയ്ക്ക് 3-4 ദിവസം എടുക്കും. അതുവരെ കൈ വെച്ചോണ്ടിരിക്കാതെ പുസ്തകം തിരിച്ചു കൊടുത്തേക്ക്. അതല്ല നല്ലത്. ഇന്ന് തന്നെ റിട്ടേൺ ചെയ്യാം സാർ. അതെ, ആരോഗ്യം സൂക്ഷിക്കണേ. ആരോഗ്യം ആരോഗ്യം ആരോഗ്യം. ഞാൻ എപ്പോ സെമിനാർ പുറപ്പെട്ടാലും നിന്റെ ഒരു പതിവാചകമല്ലേ? റഹീം, ഞാൻ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് എന്റെ ആരോഗ്യം സൂക്ഷിക്കുന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയേക്കണം. പിന്നെ വേറൊരു കാര്യം, ആരെന്നെ അന്വേഷിച്ചാലും ടെലിഫോൺ നമ്പർ കൊടുത്തേക്കണം, 38291. ഓക്കെ? എന്താ കടയിലെ തിരക്ക്? ചോദിക്കുമ്പം ആരുടെ കയ്യിലും കാശില്ല. എന്നാ ഏത് കടയിലാ ഒഴിവുള്ളത്? ബിന്ദു എന്തിയടാ? ഇപ്പൊ പോയതേ ഉള്ളൂ. ഏതോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരിക്കുക. എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുതെന്ന്. ഇത് റഹീമിന് വാങ്ങിയ ഷർട്ടാണ്. എനിക്കിതൊന്നും വേണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലാതെ എപ്പോഴാണ് റഹീം നല്ല ഷർട്ടുകൾ ഇടുക? ഒന്നിടണം. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഒന്ന് പെരുപ്പിച്ചേ. നല്ല വാടി. എനിക്ക് ഇതുപോലെയൊക്കെ വരുമോ? പിന്നെ ഓയ്, എവിടെ പോവാ? ഒരിടത്ത്. എന്ന് വെച്ചാ? അതെന്തിനാ അറിയണേ? വരുന്ന? എവിടാ? അത് പറയൂല. വന്ന ഒരു സൂത്രം കാണിച്ചു തരാം. വരുന്ന? ഇവിടെ എന്ത് ശക്തിയാണെന്നോ. മുടങ്ങാതെ 100 ദിവസം ഇവിടെ വന്ന് തിരികെത്തിച്ചാ നമ്മുടെ മനസ്സിൽ എന്ത് ഉദ്ദേശിക്കുന്നു അത് നടക്കും. സത്യം? എന്നും വരുമോ?
ഇപ്പൊ 80 ദിവസമായി. അയ്യോ, സമയം ഒത്തിരിയായി. വല്യപ്പ കാത്തിരിക്കും. വാ. ഇവിടെ വാടാ. ഈ പെൻസിലും ചെത്തി തന്നെ. എന്താ തീർന്നില്ലേ? എന്തിനാണ് ഇതിങ്ങനെ ചെത്തി ചെറുതാക്കിയത്? ചെറുതാക്കിയതല്ല, ചെറുതായതാ. ചെത്തിയപ്പോ മൊന പോയി. അപ്പൊ പിന്നെയും ചെത്തി. ഇപ്പൊ പിന്നെയും മൊന പോയി. പിന്നെ ചെത്തി ചെത്തി മൊന. നബിയുടെ തിരുമുസല്ലേ ഒരു ദേശമിടി ഞാൻ അല്ല പശുവിനെ കറന്നില്ലല്ലേ? നായരുട്ടൊരു കാര്യം ചെയ്യും, അകത്തോട്ട് കയറിയിരിക്കും. ഞാൻ പോയി ഡിമീന്ന് കറന്നേച്ച് വരാം. ഏത് മോളെ റസീന, നായരുട്ടിക്കൊരു ചായ കൊടുക്കും, അകത്തോട്ട് കയറിയിരിക്കും. പാല് കുടിച്ചില്ലേ? എന്റെ ഈ കാശില്ല. അത് സാരമില്ലപ്പാ, ആദ്യത്തെ ചായ എപ്പോഴും പ്രിയ. കുടിച്ചോളി. അപ്പ നായരുട്ടിക്ക് നമ്മുടെ നാടൊക്കെ പിടിച്ചാ? ഇല്ല. അതെന്താ കാര്യം? എന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ നല്ലവരാ. ഇവിടത്തെ പെണ്ണുങ്ങൾ ആണുങ്ങളെ ചെവിയെ പിടിച്ച് തിരുമും, നോവിക്കും. ആര് പിടിച്ചെന്ന്? ഇത് ചെവിയാന്നേ, ഇത് ആണുങ്ങളെ ചെവിയാന്നേ. ഈ ചെവിയെ പിടിച്ച് വീട്ടിലെ കുഞ്ഞിന്നലെ നോവിച്ച് ഞെരടി. എന്തിന്? കുറ്റം എന്റേതായിരിക്കും, പക്ഷെ ആണുങ്ങളുടെ ചെവിയെ പിടിച്ച് ഞെരടാവോ? വേഗം വാ ഒരാളെ. വരണപ്പാ. എനിക്കൊക്കില്ല റഹീങ്കാക്ക് ഇവിടെ കഴിയാൻ. ഞാൻ പോവാൻ പോവാ. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് കൂടെ കൂടെയുള്ള ഈ ഭീഷണി ഒന്ന് നിർത്തണമെന്ന്. പോകത്തെ കൊണ്ട് ഇപ്പൊ എന്തുണ്ടായി? പിന്നെ എന്റെ ചെവിയെ പിടിച്ചതാ, ഇപ്പൊ എന്റെ ചെവിയെ പിടിച്ച്. ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യാൻ പോണെന്ന് ആർക്കറിയാം. ഞാൻ ഇവിടെ വിട്ട് പോകാൻ പോവാ. ഇതൊക്കെ ലോകത്ത് സാധാരണമാണ് എന്റെ മണിയമ്പിള്ളി. കുറെയൊക്കെ നാം ഇത് സഹിക്കാൻ വിധിക്കപ്പെട്ടവരുമാണ്. ഉടനെ ജോലി കളഞ്ഞിങ്ങ് പോകാൻ തീരുമാനിച്ചാലേ ആർക്ക് പോയി? മണിയമ്പിള്ളയ്ക്ക് ഒരു ജോലി അങ്ങ് പോയി. കാശ് കൊടുത്താലേ അവർക്ക് തന്നെ പോലെ 1000 മണിയമ്പിള്ളമാരെ പണിക്ക് കിട്ടും. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ക്ഷമിക്കണം, ഭൂമിയോളം ക്ഷമിക്കണം. ഇടോ, തന്റെ ചെവിക്ക് പിടിച്ചൊന്ന് തിരുമെങ്കിലും ചെയ്തില്ലെങ്കിൽ അവര് മുതലാളിയാകൂടോ? അയ്യടാ, എന്റെ ചെവിയെ പിടിച്ച് തിരിച്ചൊന്നും ഇപ്പൊ ആരും മുതലാളിയാകണ്ട. എന്റെ നാട്ടിലാണ് ഞാൻ കാണിച്ചു കൊടുത്തേനെ. പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ടാ. അമ്മ എന്ത് പറഞ്ഞു? എന്ത് സംഭവിച്ചാലും അടങ്ങിയിരിക്കണം, ആരെന്ത് പറഞ്ഞാലും അനുസരിക്കണമെന്ന്. കണ്ടോ, അമ്മ പറഞ്ഞതാണ് അതിന്റെ ശരി. എന്നാ മണിയമ്പിള്ള ചെല്ല്. ഇന്ന് സാറ് വരുന്ന ദിവസമാണ്. എനിക്ക് സ്റ്റേഷനിൽ പോകണം. ഞാനാണെ കുളിച്ചുമില്ല, നനച്ചുമില്ല, സമയം അങ്ങ് പോയി. നിങ്ങളെപ്പോന്ന്? കുറച്ചേരായി. ഞാനും തിരികെത്തിക്കാൻ പോവുകയാണല്ലോ. എന്തിനാ? എന്നോട് പറഞ്ഞില്ലേ ഇവിടെ 100 ദിവസം തിരികെത്തിച്ച മനസ്സിൽ വിചാരിക്കണം നടക്കുമെന്ന്. അത് നേരാണ്. അതിനാ. നിങ്ങളെന്താ വിചാരിക്കുന്നേ? നീ എന്താ വിചാരിക്കുന്നേ? എനിക്ക് ഉമ്മയും വാപ്പയും ഇല്ല. എല്ലാം എന്റെ വല്യാപ്പയാണ്. വല്യാപ്പയ്ക്ക് ആയുസും ആരോഗ്യവും തരണമെന്ന്. എന്നെ ആർക്കും ഒരു വകയില്ല റസീക. എല്ലാവർക്കും ഞാനൊരു കളിതമാശയാ. അത് പോരാ. എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും എന്നെ വകവയ്ക്കണം.
അതിനാ. ഓ മൈ ഗോഡ്, മലമ്പുഴയിലെ ഒരു ചൂട്. റിയലി ഇറ്റ് ഇസ് ടു മച്ച്. രാത്രി മുഴുവൻ കൊതുക്. എന്ന് വെച്ചാൽ എങ്ങനത്തെ കൊതുക? ഇത്രയ്ക്ക് ഉണ്ടോ അതൊന്നും? ഒന്നും പറയണ്ട, പോയതിന്റെ പകുതിയായി. ഈ ദിവസങ്ങളിലൊന്നും സമയത്ത് ടാബ്ലറ്റ്സ് കഴിച്ചു കാണില്ല, എനിക്കറിയാം. ഇല്ലില്ല, ഇത്തവണ ഒന്നും ധരിച്ചിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് കഴിച്ചു. ആ പിന്നെ എന്റെ റിസർച്ച് പേപ്പറിനെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്ന് നിനക്കറിയാമോ? 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ സംസ്കാരത്തെക്കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് ആരും ഇന്നലെ എഴുതിയിട്ടില്ലെന്ന്. അതിനിപ്പോ എന്ത് എഴുതി വിട്ടാലും ആരെതിർക്കാൻ പോകുന്നു? അന്ന് ജീവിച്ചിരുന്നവരാരും ഇന്നില്ലല്ലോ. അത് ശരി. മണിയമ്പിള്ളെ കണ്ടില്ലല്ലോ. മണിയമ്പിള്ളേ, ഇതാ, ഇത് അക്ഷരമാലയാണ്. നല്ലതുപോലെ നോക്കി എഴുതി പഠിക്കണം. ആണുങ്ങളായാൽ അക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? വലിയ കിറുക്ക് തന്നെയായത്. ഇനി ഏവനെ അക്ഷരം പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിനും ആവശ്യം അവന് ഇപ്പോഴും മുലക്കുപ്പിയുമാ. നമുക്ക് എന്ത് വേണം പത്മം? നമ്മൾ മുഖാന്തരം ആരെങ്കിലും 4 ലക്ഷം പഠിച്ചു പോട്ടെ. അപ്പഴേ ഇനി ഇരുന്നാ മതിയോ? വല്ലതും കഴിക്കണ്ടേ? ആറാട്ട് ഈറ്റ ഊരിയാൽ ഇപ്പം വെറുതെ ആ വീട് അടച്ചുകൂടി കിടക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുക. നീ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? വീടൊന്ന് കാണുകയെങ്കിലും ചെയ്യാമല്ലോ. അടുത്തുള്ള പിള്ളേർ അവിടെയാ ചീട്ടുകളിയൊക്കെ. എന്താ റഹീം, റെഡിയായോ? അല്ല റഹീം, ഞാൻ ആലോചിക്കായിരുന്നേ, ഈ പെണ്ണുങ്ങളുടെ ഒരു ബുദ്ധിയെ ഇന്ന് നോക്കിയപ്പോ നമുക്ക് ഒരു പണിയില്ല. വീട്ടിലടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേയില്ലല്ലോ. ഉടനെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. അടഞ്ഞിടക്കുന്ന വീട് ഒന്ന് വൃത്തിയാക്കി വാടകയ്ക്ക് കൊടുക്കട്ടെ. എന്തായാലും 12ാം നൂറ്റാണ്ടിലെ സംസ്കാരം അന്വേഷിക്കുന്നതിലും ഭേദമാണല്ലോ. ഓ അതെ 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 അതെ. എന്തിനാടാ ഇങ്ങനെ പുറകെ മണത്ത് നടക്കുന്നത്? പോയി കാറിലിരിക്കും. റഹീം, ഇതൊന്ന് തുറക്കൂ.